ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ MSW ഇൻ കൗൺസിലിംഗിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. എന്റെ പേര് മൈത്രേയി എന്നാണ്. ഞാൻ അഫാസ് വെൽസിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് HR ആണ്. ഞാൻ ഇത്ര നാള് ഇഗ്നോയ്ക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ആയിരുന്നു ക്ലാസ് എടുത്തത്. ഇനി നമ്മൾ MSW ഇൻ കൗൺസിലിംഗ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ എടുക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് MSW 008 സോഷ്യൽ ഗ്രൂപ്പ് വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്. നമുക്കറിയാമായിരിക്കും നമ്മൾ ഈ സോഷ്യൽ ഗ്രൂപ്പുകൾ, അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്നുള്ള പദത്തോണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ വരുന്നുണ്ട്. അത് എങ്ങനെയാണ് നമ്മുടെ കൗൺസിലിങ്ങിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിക്കുള്ള ഒരു പേപ്പറാണ് MSW 008 എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ, എത്ര ബ്ലോക്കുകൾ ഉണ്ട്, എത്ര മൊഡ്യൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്, അതിൽ ഓരോരോ ബ്ലോക്കിലൂടെയും ഈ പേപ്പറിലൂടെ നമുക്ക് എന്ത് ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ കിട്ടാനായിട്ട് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓറിയന്റേഷൻ ക്ലാസ് ഇതിന് ശേഷം നമുക്ക് വരുന്നതായിരിക്കും കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ആർക്കെങ്കിലും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ കോഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ, എന്താണ് ഈ 008 എന്ന് പറയുന്ന സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ള പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിക്ക് എന്താണ് ഈ കോഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇമ്പോർട്ടന്റ് മെത്തേഡ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് വായിക്കുന്നത്. Since people in the society live and work through various groups, the problems arising as a result of social malfunctions can be better addressed by working in a group. This course comprises of 4 blocks dealing with the different aspects of group work. ഈ പേപ്പറിൽ നമുക്ക് 4 ബ്ലോക്കുകളാണ് വരുന്നത്. 4 ബ്ലോക്കിന്റെ ഉള്ളിലാണ് വീണ്ടും ഡിവൈഡ് ചെയ്ത് നമുക്ക് ഓരോരോ യൂണിറ്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ 4 ബ്ലോക്കിലും കൂടെ ഈ ഒരു പേപ്പർ MSW 008 എന്ന് പറയുന്ന പേപ്പറിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ വർക്കിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള മെത്തേഡ് ആണ്. അതായത് ഒരു സോഷ്യൽ വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് അറിയാമായിരിക്കും അല്ലെ, നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് അറിയാമായിരിക്കും ഇത്തരത്തിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ഗ്രൂപ്പ് വർക്കുകളായിട്ട് പല ഡൊമെയിനിലുള്ള വർക്കുകളും അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഈ സോഷ്യൽ വർക്കിന്റെ ഒരു മെയിൻ മെത്തേഡ് ആണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറയുന്നത്? നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ നമ്മുടെ ചുറ്റുണ്ട്. പൊളിറ്റിക്കൽ ഗ്രൂപ്പുകളുണ്ട്, ഫാമിലി ഗ്രൂപ്പുകളുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഓരോരോ തൊഴിൽ ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ ഉള്ളിലാണ് നമ്മൾ ഓരോരോ മനുഷ്യർ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേപ്പറിലൂടെ അതിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കുമ്പോൾ ആ ഗ്രൂപ്പിനുള്ളിൽ ആൾക്കാര് സാലറിയില്, ഗവൺമെന്റ് എംപ്ലോയീസില്, റിലീജിയസ് ആയിട്ടുള്ള ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാരുകള്, ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാര്, ഓരോരോ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ഗ്രൂപ്പിലെ ആൾക്കാര്, ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ ഉള്ളിൽ നമ്മൾ ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത ഡൊമെയിൻസ് ഏതാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ പേപ്പറിനെ നമ്മൾ 4 മെയിൻ ഗ്രൂപ്പായിട്ട്, അതായത് 4 മെയിൻ ബ്ലോക്കുകളായിട്ട് തരം തിരിക്കുകയും ഓരോരോ ആസ്പെക്ട് കൂടുതലായിട്ട് ഗ്രൂപ്പ് വർക്കിലൂടെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ക്ലിയർ ആണോ ഇൻട്രൊഡക്ഷൻ? ഈ പേപ്പർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യാൻ ഓക്കെ, ക്ലിയർ ആണല്ലേ? ഓക്കെ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഫൈ ഇവിടെ കംപ്ലീറ്റ് ആണ്. ഇനി ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ലെഫ്റ്റ് ആയിട്ട് കയറി നോക്കണേ. ഓക്കെ. ഇനി ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞു 4 ബ്ലോക്കാണ് നമുക്ക് ഉള്ളത് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ എന്താ പറയുന്നത്,
The first block is on introduction to social group work, which talks about group relationship between casework and group work, how group work evolved and its advantages and disadvantages in social work practice. നമ്മുടെ ബ്ലോക്ക് 1 ഫസ്റ്റ് ബ്ലോക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്നുള്ളതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഗ്രൂപ്പ്, അതായത് നമ്മുടെ ബ്ലോക്ക് 1 വരുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ് ഗ്രൂപ്പ്. ആദ്യം ഗ്രൂപ്പ് വർക്കിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തറിയണം, ഗ്രൂപ്പ് എന്താണെന്ന് അറിയണം. സോ വാട്ട് ഈസ് ഗ്രൂപ്പ് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ ഈ ഗ്രൂപ്പ് വർക്കുകൾ എങ്ങനെയാണ്, അതേപോലെ കേസ് വർക്കുകൾ എങ്ങനെയാണ് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വേർഷൻ നമ്മൾ ഈ ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഗ്രൂപ്പ് വർക്കുകൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്, ഇതിലൂടെ ഈ ഇങ്ങനത്തെ ഒരു സ്റ്റഡി നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് വർക്ക് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്, എന്തൊക്കെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, എന്തൊക്കെ ഡ്രോബാക്കുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ബ്ലോക്ക് പഠിക്കുമ്പോഴാണ്. അതായത് നമുക്ക് ഇതിപ്പോ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്തിനാ പറഞ്ഞു തരണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതായത് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ, എനിക്ക് മനസ്സിലായിട്ടുണ്ടോ, അതല്ലെങ്കിൽ നമുക്ക് അതിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് പഠിക്കാനും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പോയിന്റ് ആണ് മനസ്സിലാവാത്തതെന്നൊക്കെ നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി ഒരു സെഷൻ വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ ഇത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് പഠിച്ചു കഴിയുന്നതിലൂടെ നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അതില് ഗ്രൂപ്പ് എന്താണ്, റിലേഷൻഷിപ്പ് എന്താണ്, കേസ് വർക്ക് എന്താണ്, ഗ്രൂപ്പ് വർക്ക് കേസ് വർക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ എന്താണ്, ഈ ഗ്രൂപ്പ് വർക്കുകൾ എങ്ങനെയാണ് ഇവോൾവ് ആയി വന്നത്, അതേപോലെ അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജുകൾ, ഡ്രോബാക്കുകൾ, ബെനിഫിറ്റുകൾ ഒക്കെ നമുക്ക് ഈ ഫസ്റ്റ് ബ്ലോക്കിലൂടെ കിട്ടിയിട്ടുണ്ടാവണം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് ബ്ലോക്കിനെ നമ്മൾ നെയിം ചെയ്തിരിക്കുന്നത് related to group work and the various more tasks of a group work and the principles governing group work practice. എന്താണ് സെക്കൻഡ് മൊഡ്യൂൾ അല്ലെങ്കിൽ അതായത് ഗ്രൂപ്പ് വർക്ക് ഡൈനാമിക്സ് ആണ് നമ്മൾ ഈ മോഡ്യൂളിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് തിയറീസ് റിലേറ്റഡ് ടു ഗ്രൂപ്പ് വർക്ക് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള തിയറീസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തിയറീസും അതേപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മോഡൽസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അതേപോലെ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഫോം ആവുന്നത്, ആ ഗ്രൂപ്പ് വർക്കേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്താണ്, ബേസിക് റൂൾസ് എന്താണ് ഒരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് വർക്ക് പ്രാക്ടീസിന്റെ സമയത്ത് നമുക്ക് വരുന്ന ബേസിക് റൂൾസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഔട്ട്കംസ് ആണ് നമുക്ക് സെക്കൻഡ് ബ്ലോക്കിലൂടെ കിട്ടുക. ആർക്കെങ്കിലും ക്ലാസ് കിട്ടാതാവുന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഒരു ക്ലാസിന്റെ പാറ്റേൺ വരുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സാറ്റർഡേ അല്ലെങ്കിൽ വരുന്ന ഓറിയന്റേഷൻ ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രൂപ്പ് വർക്ക് ഫോർമേഷൻ, പിന്നെ ടാസ്കുകൾ എന്തൊക്കെയാണ്, ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ടാസ്കുകൾ എന്തൊക്കെയാണ്, ഒരു ഗ്രൂപ്പ് വർക്കിന്റെ പ്രിൻസിപ്പിൾസ് എന്തായിരിക്കണം എന്നുള്ളതൊക്കെ ഇത്തരത്തിലുള്ള എല്ലാ ഔട്ട്കമും നമുക്ക് സെക്കൻഡ് ബ്ലോക്ക് പഠിച്ചു കഴിയുമ്പോഴേക്കും കിട്ടിയിട്ടുണ്ടാവണം. സെക്കൻഡ് ബ്ലോക്ക് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ ഉണ്ട്. അത് പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് അത്തരത്തിലുള്ള ഒരു ഔട്ട്കം കിട്ടിയിട്ടുണ്ടാവണം. ഇനി തേർഡ് ബ്ലോക്കിൽ എന്താണ് പറയണേന്ന് നമുക്ക് നോക്കാം. ഇൻ ദ തേർഡ് ബ്ലോക്ക് യു വിൽ ലേൺ അബൌട്ട് ലീഡർഷിപ്പ് ആൻഡ് സ്കിൽസ് ഡെവലപ്മെന്റ് ഇൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. ദിസ് ബ്ലോക്ക് ഇലാബറേറ്റ് ഓൺ ദ സ്കിൽസ് ആൻഡ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. How is it helpful in group work practice? What are some of the techniques of group work and relevance of skills education in social group work? എന്താണ് ഇതിലൂടെ നോക്കുന്നത്? തേർഡ് മോഡ്യൂളിലൂടെ അല്ലെങ്കിൽ തേർഡ് ബ്ലോക്കിലൂടെ നമ്മൾ നോക്കുന്നത് ലീഡർഷിപ്പിനെ പറ്റിയും അതേപോലെ ഒരു സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൽ നമുക്ക് വേണ്ട സ്കിൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഇതിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടും? ഈ ഒരു ബ്ലോക്ക് പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഏതൊക്കെയാണ്,
അല്ലെങ്കിൽ അതിൽ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഏതാണ്, സ്കിൽസ് എന്താണ്, അതേപോലെ ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഈ ഗ്രൂപ്പ് വർക്കിനെ എങ്ങനെ ബെനിഫിഷ്യൽ ആക്കുന്നു, അതേപോലെ ഈ നമ്മുടെ ലീഡർഷിപ്പിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്, അത് ഏതൊക്കെ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിനെ നമുക്ക് എങ്ങനെ ബെനിഫിഷ്യൽ ആക്കാനായിട്ട് സാധിക്കും, അതേപോലെ തന്നെ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്, പക്കയായിട്ട് ഒരു സോഷ്യൽ ഗ്രൂപ്പ് വർക്കിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതിനെങ്ങനെ ലീഡർഷിപ്പ് എഫക്ട് ചെയ്യുന്നു, അതെങ്ങനെ ബെനിഫിഷ്യൽ ആക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ തേർഡ് ബ്ലോക്കിലൂടെ നമുക്ക് ഒരു ഔട്ട്കം ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി ഫോർത്ത് ബ്ലോക്ക് ആണ്. ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഇൻ ഡിഫറെന്റ് സെറ്റിംഗ്സ് എന്നാണ് നമ്മുടെ ഫോർത്ത് ബ്ലോക്കിന്റെ ഒരു ഐഡന്റിറ്റി പോലെ വരുന്നത്, which will introduce the learners to the concept of self-help groups and also enable you to explore different settings where social group work is relevant and identify the role of the social worker in a group. ഇതാണ് നമുക്ക് കുറച്ചുകൂടെ അപ്ലൈ ചെയ്ത് വരുന്നത്. നമുക്കിപ്പോ ആ ഒരു ഡൊമെയിൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം തന്നെ നമ്മൾ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് മനസ്സിലാക്കി, പിന്നെ അതിന് വേണ്ട സ്കിൽസ് നോക്കി, ലീഡർഷിപ്പ് നോക്കി. ഇനി നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റിംഗ്സിലേക്ക് ഫോർത്ത് ബ്ലോക്കിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റിംഗ്സിലേക്ക് ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് മെത്തേഡ് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്നാണ് നോക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ചുറ്റും എന്തുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ഉണ്ട് അല്ലെ. സ്കൂൾസ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് ആൻഡ് ക്ലിനിക്കൽ സെറ്റിംഗ്സ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സെറ്റിംഗ്സിലേക്ക് നമുക്ക് എങ്ങനെ ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതിനെങ്ങനെ മാക്സിമൈസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒരു ബെനിഫിഷ്യൽ ആക്കി മാറ്റാം, അതേപോലെ റോൾ ഓഫ് എ സോഷ്യൽ വർക്കർ ഇൻ ദീസ് ഗ്രൂപ്പ്സ്, ഈ ഗ്രൂപ്പ്സിൽ വരുന്ന ഓരോ സോഷ്യൽ വർക്കറിന്റെയും റോൾസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട്, അതായത് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മളൊക്കെ ഇത് പഠിച്ചിട്ട് നമുക്ക് ബെനിഫിഷ്യൽ ആവാനും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ. ഒരു അപ്ലിക്കേഷൻ ഡൊമൈനിൽ വരുന്ന ബ്ലോക്കാണ് നമ്മുടെ ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്രയും? ക്ലിയർ ആണ്. ഓക്കെ, സ്പീഡ് കൂടുണ്ടെങ്കിൽ പറയണം കേട്ടോ. പൊതുവേ ഞങ്ങള് എന്റെ വീട് വരുന്നത് തൃശ്ശൂരാണ്, കുറച്ച് സ്പീഡ് കൂടുതലാണ് അവിടെ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. തൃശ്ശൂർക്കാരൊക്കെ പരിചയമുണ്ട്. എന്തോ? അല്ല, തൃശ്ശൂർക്കാരെ സംസാരമൊക്കെ അറിയാന്ന് പറയാം. ഓക്കെ, അതാണ് കുറച്ച് സ്പീഡ് കൂടുതലായിട്ട് ചിലപ്പോ തോന്നുന്നുണ്ടാവും, ഒന്ന് പറയണം കേട്ടോ. അപ്പോ നമ്മൾ ഇത്രയാണ് നമുക്ക് 4 ബ്ലോക്ക് വരുന്ന നമ്മുടെ കോഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഇഗ്നോന്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ബ്ലോക്കിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ തുടങ്ങിയ ഒരു ഐഡിയ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഇവിടുന്ന് തുടങ്ങുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കില് ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് അറിയാമായിരിക്കും. നമുക്ക് ഓരോ ബ്ലോക്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റ് വൈസ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് സോഷ്യൽ ഗ്രൂപ്പ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോഷ്യൽ എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. Gives the learner a comprehensive understanding about group, its type and how group is significant in social work practice. ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവേണ്ടത്, ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവണം വാട്ട് ഈസ് എ ഗ്രൂപ്പ്, എന്താണ് ഒരു ഗ്രൂപ്പ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവണം. അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ടാവും. ഈ പേപ്പർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ബേസിക് ആയിട്ട് എന്താ അറിയേണ്ടത്, ഗ്രൂപ്പ് എന്താന്ന് അറിയണം അല്ലെ. അപ്പൊ അത് വരുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ടിലാണ്. പിന്നെ വരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ആണ്. ഗ്രൂപ്പിന് എത്ര ടൈപ്പുകൾ ഉണ്ട് നമുക്ക് പറയാം. കുറെ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. പല ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന പല നമ്പർ ഓഫ് ആൾക്കാരുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ട്. അപ്പൊ അതിനെ പറ്റി നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് എന്നുള്ളത് സിഗ്നിഫിക്കന്റ് ആവുന്നത്, സോഷ്യൽ വർക്ക് പ്രാക്ടീസിന്റെ സമയത്ത് ഓരോ ഗ്രൂപ്പുകളും എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ആവുന്നത്, ഈ 3 ഡൊമൈൻസ് ആണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ഒന്നാമത്തെ എന്താണ്,
എന്താണ് ഒരു ഗ്രൂപ്പ് എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ അതിന്റെ ടൈപ്പ് എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. ആൻഡ് തേർഡ് വൺ, ഇതിന്റെ ഒക്കെ സിഗ്നിഫിക്കൻസും കൂടെ നമുക്ക് ഈ ഫസ്റ്റ് യൂണിറ്റിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫില് പ്രൈമറി ഗ്രൂപ്പായിട്ട് ഫാമിലി വരുന്നുണ്ട്, അതേപോലെ ഒരു ഫോർമൽ ഗ്രൂപ്പായിട്ട് സ്കൂൾ സെറ്റിംഗ്സ് വരുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിന്റെ സർക്കിൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഹെൽപ്പിംഗ് ആയിട്ടുള്ള സെൽഫ് ഹെൽപ്പ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല ഡൊമൈൻസിലുള്ള ഗ്രൂപ്പുകൾ നമുക്ക് വരുന്നുണ്ട് അല്ലെ, സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊക്കെ. ഇതിന്റെ ഒക്കെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ പഠിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആണ്. The second unit, historical development of group work, deals with how group becomes important in social work practice. By reading this unit, learners will be able to differentiate between group work and case work. In this unit, the evolution and growth of social group work is also discussed. എന്താണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ഗ്രൂപ്പ് വർക്ക് ആണ്. അതായത് ഈ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ എങ്ങനെ വന്നു എന്നുള്ള ഹിസ്റ്ററി ആണ് നമ്മൾ ഈ സെക്കൻഡ് യൂണിറ്റിലൂടെ പഠിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ്സ് എങ്ങനെയാണ് സോഷ്യൽ വർക്കിൽ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയത്, ഇത്തരത്തിലുള്ള ഓരോരോ യൂണിറ്റ് പഠിക്കുമ്പോഴും നമുക്ക് ഗ്രൂപ്പ് വർക്കും അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് വർക്കും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്കുകൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അതേപോലെ അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ, ഗ്രോത്ത് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഒക്കെ നമ്മൾ കുറച്ചും കൂടെ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് ഇതിന്റെ ഒരു എന്താണ് പിൽക്കാലത്തേക്ക് നമ്മൾ ചിന്തിച്ചു പോകുന്നത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലൂടെ ആണ് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ തേർഡ് യൂണിറ്റ് ആണ്. തേർഡ് യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഇൻ ഇന്ത്യ. Talks about how group work developed in India. It gives a picture of how group work evolved during pre-independent and post-independent India. The unit also presents some of the settings in which group work is being practiced. ഇതിൽ എന്താ നോക്കുന്നത്? കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ വന്നിട്ടുള്ളത്, അതും സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ളതും സ്വാതന്ത്ര്യത്തിന് ശേഷവും വന്ന മാറ്റങ്ങൾ, ആ ഒരു ഡിഫറൻസ് അടക്കമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ തേർഡ് യൂണിറ്റിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ബിഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് ഗ്രൂപ്പ് വർക്കിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് വർക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട സ്ഥലങ്ങളെ പറ്റിയിട്ട്, അതായത് നമ്മൾ ഈ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റിംഗ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ തേർഡ് യൂണിറ്റിലാണ്. അതായത് സ്കൂളിലാണോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഓരോരോ കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, യൂത്ത് ക്ലബ്സുകള് അല്ലെങ്കിൽ ആർട്ട് ബേസ് ചെയ്തിട്ട് വരുന്ന ക്ലബ്സുകള്, ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റീസിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ട് ഇക്വാലിറ്റി, ഇക്വിറ്റി, അങ്ങനെ പല ഡൊമൈൻസ് ഉള്ള ഗ്രൂപ്പിൽ നമ്മൾ എന്താണ് ഉള്ള ആൾക്കാരല്ലേ. അപ്പോ ഇതിലൊക്കെ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തേർഡ് യൂണിറ്റിലാണ് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർത്ത് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആസ് എ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക്. In this unit, group work has been discussed as a method of social work. Learners will get an idea about the values, methods and purpose along with the advantages and disadvantages of a social group work. എന്താണ് കുറച്ചും കൂടി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് വരിക കേട്ടോ. നമ്മുടെ ഫോർത്ത് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഓരോരോ മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്കുകളാണ്. അതായത് ഓരോ മെയിൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്, സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പൊ സ്റ്റുഡൻസിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അവർ ലേൺ ചെയ്യുന്നു, മെത്തേഡ്സ് ഏതാണ്, ഓരോരോ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ പർപ്പസ്, സെറ്റിംഗ്സിൽ വരുന്നതിന്റെയും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ആണ് നമ്മൾ ഈ ഫോർത്ത് യൂണിറ്റിലൂടെ നോക്കുന്നത്. അപ്പൊ നമ്മൾ കോഴ്സിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് ആകെ മൊത്തം 4 ബ്ലോക്ക് ഉണ്ട്. അതിൽ ഓരോ ബ്ലോക്കിലും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ ഉണ്ട്.
അതില് ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ 4 യൂണിറ്റ് ആണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ്. Second unit historical development of social development of group work, and third unit history of social group work in India, and last one fourth unit എന്ന് പറയുന്നത് social group work as a method of social work. ഇത്രയാണ് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ പേപ്പറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ക്ലിയർ ആണോ ഇത്രയും? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്നുള്ളതായിരുന്നു നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. അപ്പോൾ ഇതിൽ പഠിക്കാനുള്ളത് നമുക്ക് ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ പോട്ടെ. ഇൻട്രൊഡക്ഷൻ തൊട്ടാണ് ഞാൻ എടുക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഞാൻ ഓൾറെഡി ഈ മൊഡ്യൂളിലൂടെ എന്ത് കിട്ടും എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമുക്ക് ഡെഫിനിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ് നോക്കണം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഗ്രൂപ്പ് ഇൻഫോർമേഷൻ, plausible explanation about group formation, types of group, benefits of group. ഇത്രയും ഡൊമൈൻ ആണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. Each day we interact with groups in one form or in another. We are born into and dwell in a group family. We learn in groups classrooms. We work in group office project teams. We interact with friends, and we also spend much in leisure groups. We learn, work and play in groups. Just ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ആസ് എ ഹ്യൂമൻ ബീങ്സ് നമ്മൾ എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിന്റെ പാർട്ട് ആയിട്ടുള്ളതാണ്. നമ്മളൊക്കെ ഓരോ ഡിഫറെന്റ് ഗ്രൂപ്പിൽ എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതാണ് പറയുന്നത്. നമ്മളൊക്കെ ഓരോ ഡിഫറെന്റ് ഗ്രൂപ്പിന്റെയും പാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളൊരു ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിലാണ് ജനിക്കുന്നത് തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാനായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ക്ലാസ് റൂം ഗ്രൂപ്പുകളിലേക്ക് മാറുന്നു. പിന്നെ നമ്മൾ ഓഫീസ്, ടീം ഗ്രൂപ്പുകള്, അതേപോലെ നമ്മുടെ ഹോബി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്, ഈ പാട്ട് ക്ലാസ്, ഡാൻസ് ക്ലാസ് പോലത്തെ ഗ്രൂപ്പിലേക്ക് മാറുന്നു. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് നമ്മൾ മാറുന്നു. സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യലി റിലയബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ മാറുന്നു. അങ്ങനെ നമ്മുടെ ലൈഫ് മൊത്തം മുന്നോട്ട് പോകുന്നത് ഓരോരോ ഗ്രൂപ്പുകളിൽ നമ്മൾ എന്താണ് ഇൻവോൾവ് ആയിട്ടുണ്ടാവും. ചില ആൾക്കാർ അറിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ ആയിരിക്കാം, അല്ലെങ്കിൽ അവനവന്റെ ഇൻട്രസ്റ്റിനെ തെരഞ്ഞെടുത്തിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കാം. വാട്ട് എവർ, നമ്മുടെ കംപ്ലീറ്റ് ലൈഫ് ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോരോ ഗ്രൂപ്പിലാണ്. ഓരോ ഡേയും നമ്മൾ ഓരോരോ ഗ്രൂപ്പില് പാർട്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. ഇനിയാണ് നമ്മുടെ പോർഷൻസിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ഡെഫിനിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ്. എന്താ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? അതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. Oxford English Dictionary defines group as a number of persons or things regarded as forming a unit on account of any kind of mutual or common relation, or classified together on account of a common degree of similarity. Oxford English Dictionary പ്രകാരമുള്ള ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. According to Oxford English Dictionary, ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആൾക്കാർ, അതായത് നമ്പർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് തിങ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കാം. അതല്ലെങ്കിൽ അറിയാതെ പ്രെഡിക്റ്റ് ചെയ്യാതെ കുറച്ച് ആൾക്കാർ ഒരു യൂണിറ്റ് ആയിട്ട് മാറുന്നതായിരിക്കാം. അങ്ങനെ എന്തും ആയിക്കോട്ടെ, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി പ്രകാരം ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഴ്സൺ ഓർ തിങ്സ് എന്തിലേക്ക് വരുന്നു? സീൻ ആസ് വൺ യൂണിറ്റ്. എന്തില്? ഒറ്റ ഇതിലേക്ക്, അതായത് ഒരു കൊടക്കീഴിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ ഒരു യൂണിറ്റിന്റെ അണ്ടറിൽ വരുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവര് ചിലപ്പോ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൊളിറ്റിക്സിനോട് താല്പര്യമില്ല ആൾക്കാർ ഒന്നടങ്കമുള്ള ഒരു യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ന പാർട്ടി അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ഏജിലുള്ള ആൾക്കാർക്ക് കുറെ ഫുഡ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അവരവരുടെ ടേസ്റ്റിലുള്ള ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത് എവിടെ നല്ലോണം കിട്ടും. ഇപ്പൊ മന്തി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല മന്തി ഓരോരോ ജില്ലയിൽ എവിടെ കിട്ടും.
അപ്പൊ സിമിലർ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൂട്ടം ആൾക്കാരുള്ളതിനെയാണ്, ഒരു കൂട്ടം ആൾക്കാരുള്ള യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇപ്പൊ ഒരു ഡേ ടു ഡേ ലൈഫിൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്കൂൾ ക്ലാസ് റൂം സെറ്റിംഗ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സെക്കൻഡ് ലാംഗ്വേജ് അറബിക് എടുത്തിട്ടുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ഉറുദു എടുത്തിട്ടുള്ള ആൾക്കാർ, അപ്പൊ ഒരു കോമൺ സബ്ജക്ട് പഠിക്കുന്ന ആൾക്കാർ തമ്മിൽ ഒരു ഗ്രൂപ്പ്. ഇപ്പൊ 10A പാരന്റ്സിന്റെ ഒരു ഗ്രൂപ്പ്, അതെന്താണ് 10A സ്റ്റുഡൻസിന്റെ പാരന്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അപ്പൊ ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ടെർമിനോളജി അല്ലെങ്കിൽ ഒരു അംബർലയുടെ അടിയിൽ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിലോ, from the sociological perspective, a group can be defined as two or more humans that interact with one another, accept expectations and obligation as member of the group, as well as share a common identity. എന്താണ് പറയുന്നത്? അതായത് സോഷ്യോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ടോ അതിൽ അധികമോ ഉള്ള ആൾക്കാർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർ എന്ത് ചെയ്യുന്നുണ്ടാവാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവാം വിത്ത് ഈച്ച് അതർ, അവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവാം. സെർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ആ മെമ്പേഴ്സ് ഒബേ ചെയ്യുന്നുണ്ടാവാം. അതേപോലെ തന്നെ അവര് കോമൺ ആയിട്ടുള്ള ഐഡന്റിറ്റി ഷെയർ ചെയ്യുന്നുണ്ടാവാം, അവർ ടുഗദർ വർക്ക് ചെയ്യുന്നുണ്ടാവാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പൊ ഒരു സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂല് എന്ന് പറയുന്നത് രണ്ടോ അതിലധികം ആൾക്കാരോ ഒരുമിച്ച് വരുന്നതിനെ നമ്മൾ ഒരു ഗ്രൂപ്പ് എന്ന് പറയും. അവര് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം, അവർ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവാം, ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവാം, അവർക്ക് റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് സ്പ്ലിറ്റഡ് ആയിരിക്കാം. അതേപോലെ തന്നെ ഒരു കോമൺ ഐഡന്റിറ്റിയുടെ അണ്ടറിൽ അവർ വർക്ക് ചെയ്യുന്നവരാരും ആയിക്കോട്ടെ, രണ്ടോ അതിലധികം ആൾക്കാരോ ഉള്ളതിനെ നമ്മൾ എന്ത് പറയും, ഗ്രൂപ്പ് എന്നാണ് പറയാ. ഇങ്ങനെയാണ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെയും അതേപോലെ തന്നെ സോഷ്യോളജിക്കൽ പെർസ്പെക്ടീവിന്റെയും ഡൊമൈൻസ് വന്നിട്ട് ഉള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് എലമെന്റ്സ് ആണ് നോക്കാനുള്ളത്. ഡെഫിനിഷൻസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് എലമെന്റ്സ് ആണ്. മുസാഫിർ ഷെരീഫ് ഫോർമുലേറ്റഡ് എ മോർ ടെക്നിക്കൽ ഡെഫിനിഷൻ. According to Sharif, a group has to be social unit consisting of a number of individuals interacting with each other based on certain elements. എന്താ പറയുന്നത്? ഇത്തരത്തിലുള്ള എലമെന്റ്സ് ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഷെരീഫ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഷെരീഫ് അവർ ഒരു ഗ്രൂപ്പായിട്ട് കണ്ടിരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, ഒന്നും കൂടെ പറയാം. സോഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ ബേസ്ഡ് ഓൺ സർട്ടൻ എലമെന്റ്. ചില എലമെന്റ്സിന്റെ ഭാഗമായിട്ട് ചില ഇൻഡിവിജ്വൽസ് ഇന്ററാക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, ഗ്രൂപ്പ് അഥവാ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് മുസാഫിർ ഷെരീഫ് 1916 1982 ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ആള് ജീവിച്ചിരുന്നത് അദ്ദേഹം പറഞ്ഞത്. ഏതൊക്കെയാണ് ഈ കോമൺ എലമെന്റ്സ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒരു ഗ്രൂപ്പിൽ വരുമ്പോ അവർക്ക് കോമൺ മോട്ടീവ്സും അതേപോലെ തന്നെ കോമൺ ഗോൾസ് ഉണ്ടെന്നാ പറയണേ. ഇപ്പൊ നമുക്ക് ഒരു ക്രിക്കറ്റ് കളിക്കാരൊരു ഗ്രൂപ്പ്, അവരുടെ കോമൺ മോട്ടീവും ഗ്രൂപ്പ് എന്തായിരിക്കും, അവർക്ക് വിൻ ചെയ്യണം. അപ്പൊ ഇതാ പറയുന്നത്, ഒരു ഗ്രൂപ്പിന്റെ അണ്ടറിൽ നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു സെയിം എയിം ഉള്ള ആൾക്കാരായിരിക്കും അത്തരത്തിലുള്ള ആൾക്കാർ. അടുത്തത് ആൻ ആക്സെപ്റ്റഡ് ഡിവിഷൻ ഓഫ് ലേബർ ദാറ്റ് ഈസ് റോൾസ്. ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഇവിടുത്തെ വൈഫൈ ജസ്റ്റ് ഒന്ന് പോയി തോന്നിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ബ്രേക്ക് ആയിരുന്നു, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ആണല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്തത് പോയോ? എലമെന്റ്സിന്റെ ഭാഗം കാണിക്കുന്നുണ്ട്. An accepted division of labor.